ഇയാളാണോ ഇന്നലെ രാത്രി നിങ്ങളുടെ ബംഗ്ലാവിൽ? എന്താ പിള്ളേരെ ഇത്? ബോംബെയിൽ നിന്ന് വന്ന ഇയാളുടെ കൂട്ടുകാർ പറഞ്ഞത് കർമ്മങ്ങളൊക്കെ ഇവിടെ വെച്ച് നടത്താവുന്ന. മീനാക്ഷി മതി, വാ പോവാം. ആ, എല്ലാവരും പുറത്തേക്ക് ഇറങ്ങണം. മീനാക്ഷി വാ. ഇയാൾക്കാരുമില്ല, ഞാൻ തന്നെ. രഘുറാം, ഇതൊക്കെ ആരാ? കല്യാണി സ്നേഹിയായിരിക്കും. അയാൾ മരണത്തിലേക്ക് ജീപ്പ് ഓടിച്ചു പോയത് ഈ മുറിന്നായിരിക്കും. അതെ, അയാൾ വിദഗ്ധമായി നമ്മളെ ഇങ്ങോട്ട് കൊണ്ടുവന്നതാ. നമ്മളെ എന്തിനാ അയാൾ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? നമ്മളയാൾക്ക് ഒരു ദ്രോഹം ചെയ്തിട്ടില്ലല്ലോ. നമ്മളല്ല, നമ്മുടെ കൂടെ വേറെ ഉണ്ടല്ലോ ചിലർ. വിനോദൻ, നീ പറ, നമ്മൾ ഇനി എന്താ ചെയ്യേണ്ടത്? എനിക്കൊന്നേ പറയാനുള്ളൂ, നിങ്ങൾ എത്തിക്കേണ്ട സ്ഥലത്ത് എത്തിക്കും. ഐ മീൻ നെല്ലിയാമ്പതി. അതിപ്പോ എന്ത് സംഭവിച്ചാലും നിങ്ങൾ ഞാൻ അവിടെ എത്തിച്ചിരിക്കും. അതല്ല, സിമിക്കും ദേവിക്കും മീനാക്ഷിക്കും ഒക്കെ മതിയായി. എത്രയും പെട്ടെന്ന് ഇവിടുന്ന് തിരിച്ചു പോകണമെന്ന് അവർ പറയുന്നത്. ഒന്ന് ആലോചിച്ചപ്പോൾ എനിക്കും തോന്നി അതാണ് ശരി. നീ ഇങ്ങനെ സില്ലിയായാലും അടിച്ച് കോണ്ടെറ്റി അടക്കണ അലവലാതി ഗോസ്റ്റ് ആണ്, ആത്മാവാണെന്നൊക്കെ പറഞ്ഞാ ആരാ വിശ്വസിക്കുന്നത്? പിന്നെ നമ്മൾ ഈ കണ്ടതൊക്കെ സ്വപ്നമാണെന്നാണ് നീ പറയുന്നത്? നിന്റെ കൂടെ ഇറങ്ങി തിരിച്ചത് മുതൽ പ്രശ്നമാണെന്ന് അവർ പറയുന്നത്. എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോവാം, അതാ നല്ലത്. അതെങ്ങനെയാ? പാതി വഴി വെച്ചങ്ങ് നിർത്തിയാലോ? അതിനു വേണ്ടിയല്ലല്ലോ ഞാൻ 3 എണ്ണത്തിനെ കൊണ്ട് മല കയറിയത്. വാട്ട് യു മീൻ? എടാ ചെക്ക, നീ എന്താ ഈ വിനോദ് വർഗീസിനെ കുറിച്ച് ധരിച്ചത്? നിന്റെയൊക്കെ ടൂർ ഓപ്പറേറ്ററോ? അതോ ഞാൻ നിന്റെ അവളുടെയൊക്കെ ഗൈഡാണെന്ന് വിചാരിച്ചോ? എന്നാ നീ കേട്ടോ, 3 വിളഞ്ഞ വിത്തുകളാ. വിളഞ്ഞാ പിന്നെ വച്ചോണ്ടിരിക്കാൻ പാടില്ല, 3 അരിഞ്ഞെടുക്കണം. ജിത്ലാലിന്ന് അവിടെ എത്തും. അവിടെ ഇന്ന് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യും. ഫസ്റ്റ് നൈറ്റിന് മുമ്പ് നിനക്കൊരു എക്സ്പീരിയൻസ്. നീ എന്നെ ചീറ്റ് ചെയ്യായിരുന്നു അല്ലടാ? വിനോദിന് ചീറ്റ് ചെയ്യാനും മാത്രം നീ ഇല്ലടാ. എല്ലാവരും പെട്ടെന്ന് ഇറങ്ങിയേ. എന്താ? നമുക്ക് ഉടനെ പോണം. ആ വിനോദ് ഞാൻ വിചാരിച്ച പോലെ താളെയല്ല, അവൻ നമ്മളെ ചതിക്കുകയായിരുന്നു. രഘുറാം, 14 മണിക്കൂറുകൾ കഴിഞ്ഞു ഞാൻ മരിച്ചിട്ട്. ശരീരം കൊണ്ട് ജീവിക്കുമ്പോൾ ഞാൻ നിന്നെ ഒരുപാട് തേടി, ഒരിക്കലും കണ്ടുകിട്ടിയില്ല. പാതി ജീവനുള്ള അവളോട് നീ എന്തൊക്കെ ചെയ്തു എന്ന് നിനക്ക് ഓർമ്മയുണ്ടോ? അതല്ല വഴി. സിമി എഴുന്നേക്ക്, നമുക്ക് രക്ഷപ്പെടണം. എനിക്ക് വഴി. എടാ, നീക്ക് എന്ത് ഫ്രണ്ടാണ്? എന്നാ പ്രേതാലയത്തിൽ ഒറ്റയ്ക്കാക്കി നിങ്ങൾക്ക് ഓടിപ്പോലെ. കൂടെ ഉണ്ടെങ്കിൽ ഒരു പ്രേതം എന്നെ തൊടില്ല. ഇവള് മന്ത്രവാദിനിയല്ലേ, മന്ത്രവാദിനി. ചാക്കോ
മീനാക്ഷി വാ.
പറഞ്ഞാ കേക്കണ്ടേ? അവള് കുട്ടിയല്ലേ? ഓ, സപ്പോർട്ട് ചെയ്യാൻ നീ ഒരുത്തി ഉണ്ടല്ലോ ഇവിടെ. പ്രിൻസിപ്പാളിന്റെ കൈയും കാലും പിടിച്ചാ സസ്പെൻഷൻ ഒഴിവാക്കിയത്. ഇനിയെങ്കിലും മര്യാദയ്ക്ക് ഇരുന്ന് പഠിക്കാൻ പറ. ഞാൻ പറഞ്ഞോളാം.